ഹലോ ദേവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. ഈ ടൈമിലാണ് മൈലാഞ്ചി കിട്ടുന്ന സെറ്റാക്കണത്. വേറെ ഒന്നുമല്ല, ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമുക്കൊരു തിരുവാതിരക്കളി പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതെന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സ്ഥലം കാണിപ്പയ്യൂർ ഈ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള കുറച്ച് തിരുവാതിര ടീംസിൽ നിന്നും ഞങ്ങളുടെ ചൈത്രസേനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ അംഗീകാരം തന്നെയാണ്. എല്ലാവരിലും ഓവറോൾ നമ്മളെ തന്നെ അത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു വേദി തന്നാൽ നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ തീർച്ചയായും, കാരണം നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇപ്പം ഈ വർഷത്തിൽ നമ്മളൊരു 6-7 സ്റ്റേജ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി. അവർ നമുക്ക് വെള്ളിത്തിരുത്തി വിഷ്ണുവിൻ്റെ അമ്പലം അവിടെ വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം തന്നിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആ ഹാപ്പിനെസ് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. കാരണം ഇത്രയും ടീംസിൽ നിന്ന് നമ്മളെ അവർ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അത് ഞങ്ങൾക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ പോയി തകർക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പണിയില്ലാതെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു പണിയില്ല എന്ന് വിചാരിക്കുന്ന അവരോട് മാത്രമാണ് എനിക്ക് ഇനി പറയാനുള്ളത് കേട്ടോ. അങ്ങനെയല്ല, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുകയാണ്, വേറൊന്നുമല്ല. നമുക്ക് വർക്കുണ്ട്, രാവിലെ നേരത്തെ പോകുന്ന ഡ്യൂട്ടിക്കാരുണ്ടാവും, നേരത്തെ എന്നിട്ട് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ലേറ്റായിട്ട് ഡ്യൂട്ടിക്ക് കയറി. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11:30-12 മണിക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ടിരുന്ന ഒരാളാണ്. വൈകിട്ട് ഞാൻ 8:30 കൂട്ടിയൊക്കെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വരാറുള്ളത്. എന്നിട്ട് അതൊന്നൊരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ഡാൻസ് ക്ലാസ്സിൽ ചെന്ന് അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. എന്നാലും പണികളുണ്ടാവും. അങ്ങനെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നത്. ഇപ്പോഴും നമ്മൾ ഈ മൈലാഞ്ചി ഇടാനായിട്ട് ഈ 1:30 നമ്മൾ ഇരിക്കാനുള്ള കാരണം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം തീർത്ത് എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മുടേതായിട്ടുള്ളൊരു സമയം കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ഇതിന് പോയി ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഓരോ ജോലിയിലും എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ്. രാവിലെ എല്ലാവരെ പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടുകയും വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, ലേറ്റായിട്ട് വരുന്നുണ്ട്. എന്നിട്ടും അതിൽ നിന്നൊക്കെ കുറച്ച് സമയങ്ങൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഈ സന്തോഷത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണത്. ഒരു പണിയും ഇല്ലാത്തവർക്കുള്ളൊരു പണിയല്ല കേട്ടോ തിരുവാതിരക്കളി. അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ അതൊക്കെ ആ വിചാരങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ നിന്ന് എടുത്ത് കളയാം. എല്ലാ പണികളും തീർത്തിട്ട് നമുക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണെങ്കിലും അതൊന്ന് കുറച്ച് സമയം കണ്ടെത്തിയിട്ടും, വീട്ടിലുള്ള സമയമാണെങ്കിൽ വീട്ടിലെല്ലാ പണികളും തീർത്തിട്ട് നമുക്കായിട്ടുള്ള സമയം കണ്ടെത്തിയിട്ടാണ് നമ്മളിതിനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഇതേപോലെ കലയെ സ്നേഹിക്കുന്നവരും ഇതിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് അഭിമാനകരമായ കാര്യം തന്നെയായിരിക്കും. കാരണം ഇതൊരു ഹാപ്പിനെസ്സാണ്. വീട്ടിൽ എഴുന്നേൽക്കുന്നു, പണി ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഇങ്ങനെ റൊട്ടീനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ആ പ്രാക്ടീസ് സമയത്തുള്ള തമാശകൾ പറഞ്ഞിരിക്കലും ചിരികളും സന്തോഷങ്ങളും കളികളും എല്ലാമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് കൂടിയാണ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പല ആൾക്കാർക്കും ചെറുപ്പം മുതലേ സ്റ്റേജിൽ കയറാൻ ആഗ്രഹിച്ചിട്ടും അതിനായിട്ട് പറ്റാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റേജിൽ കളിച്ചിട്ട് കുറേ വലുതായി, അതല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലൈഫിൽ നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആയി പോയിട്ട് നമുക്ക് ഒന്നിനും സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളെല്ലാവരും കൂടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ടും പല സ്ഥലങ്ങളിലും ഈ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്ന് ഓരോ തരത്തിലുള്ള വീരനാട്യം, അതുപോലെ തന്നെ തിരുവാതിരക്കളി, അങ്ങനെ ഓരോ തരത്തിലുള്ള കളികളിങ്ങനെ അവരായിട്ട് അതിന് നേതൃത്വം നൽകിയിട്ട് അത് ഓരോ സ്ഥലങ്ങളിലും കളിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു ചെറിയൊരു ടീമാണ് ഞങ്ങൾ. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രൂപപ്പെടുത്തിയെടുക്കുമായിരുന്നു കേട്ടോ. അതിന് ചൈത്രസേന എന്ന് പേര് നൽകിയിട്ട് അമ്മമാർ, കുട്ടികൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ടീമാണ്. കുട്ടികൾക്കും അതിൻ്റേതായ കളികളും കലാരൂപങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മമാർ അവർക്ക് പറ്റിയ രീതിയിലുള്ള സിനിമാറ്റിക് ഡാൻസ് ആണെങ്കിൽ അതിലും ഉണ്ട്, തിരുവാതിരക്കളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇനി കയ്യിലും കൂടി ഇട്ടിട്ട് സെറ്റാക്കാനുണ്ട്.